ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അവിടുമ മിസ്സാണ്. അപ്പൊ എല്ലാവരും USSന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എപ്പോഴും മിസ് പറയുന്നത് പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം മുൻ വർഷ ചോദ്യങ്ങളിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ അതേപോലെ തന്നെ ഈ വർഷവും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പുതിയൊരു ട്രെൻഡും കൂടെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയാണ്, ശരിയല്ല തുടങ്ങിയ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ പ്രാവശ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ചു പോവാം. ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡ്രീം മുറുകെ പിടിക്കുക, ആ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ടുവേർഡ്സ് എ 100-fold yield എന്നുള്ള നമ്മുടെ വിളയിക്കാം നൂറുമേനി എന്നുള്ള പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ലോക മണ്ണു ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ലോക മണ്ണു ദിനം. അപ്പൊ മണ്ണ് എന്നുള്ളത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ മണ്ണ് ദിനം എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം അറിയില്ലേ നിങ്ങൾക്ക്? ഏതാണ്? ഡിസംബർ മാസമാണ്. ഡിസംബർ 5-ാം തീയതിയാണ് ലോക മണ്ണ് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നറിയാമോ? പെഡോളജി. എന്താണ്? പെഡോളജി എന്നാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദ ഇയർ 2005 ഈസ് സെലിബ്രേറ്റഡ് ആസ് ദ ഇന്റർനാഷണൽ ഇയർ. 2025 എന്നുള്ള വർഷം നമ്മുടെ സയൻസ് റിലേറ്റഡ് ആയിട്ട് ഏത് രീതിയിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്? കുറച്ച് പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ സഹകരണ വർഷം കൂടി ആയിട്ട് 2025 ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് എന്താണ് നമ്മൾ 2025 ആഘോഷിക്കുന്നത്? അപ്പൊ മനസ്സിലാക്കുക, എന്താണ്? ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി ഇയർ ആയിട്ടാണ് 2025 നമ്മൾ ആഘോഷിക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് USSൽ കാണാട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വർധനവ് ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതി ഏതാണ്? ദ പ്രൊജക്ട് വാസ് ലോഞ്ച്ഡ് വിത്ത് ദ എയിം ഓഫ് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്. എന്താണ്? ഇന്ത്യയിലെ പാൽ ഉൽപ്പന്നങ്ങളുടെ വർധനവിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പേരറിയാമോ? ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പൊ എന്താ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു ഇന്ത്യയിൽ നടന്ന വലിയൊരു സംഭവമാണല്ലേ. അപ്പൊ എന്താണ്? യെസ്, നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ പോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളുടെ വർധനവിന് വേണ്ടി നടന്ന സംഭവമാണ് വൈറ്റ് റെവല്യൂഷൻ. എന്താണ്? വൈറ്റ് റെവല്യൂഷൻ. പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയുടെ പേരെന്താണെന്ന് അറിയാമോ? ഡോക്ടർ വർഗീസ് കുര്യൻ. എന്താ പേര്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ ആണ് ധവള വിപ്ലവം അഥവാ വൈറ്റ് റെവല്യൂഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേര് ഓപ്പറേഷൻ ഫ്ലഡ്, ഇതിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കൾ, മറന്നു പോവരുത്. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ചിത്രമാണ് ഞാൻ തന്നിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രോസസ് എന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഈ ചിത്രം തന്നിട്ട് ഇത് ഏത് കാർഷിക രീതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ചിലപ്പോൾ ബഡിങ് എന്ന് പറയും, ചിലപ്പോൾ ലെയറിങ് എന്ന് പറയും, ചിലപ്പോൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ചിത്രം എന്തിനെയാ സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ലെയറിംഗ് ആണ്. ലെയറിംഗിൽ തന്നെ ഏത് കാറ്റഗറിയാണ്? സർപ്പന്റൈൻ ലെയറിംഗ് അഥവാ നാഗപതിവയ്ക്കലാണ് അല്ലെ. അപ്പൊ കണ്ട് നിങ്ങള് ഈ ഒരു വള്ളിച്ചെടിയെ നമ്മൾ നേരെ എങ്ങോട്ടേക്ക്? ആ മണ്ണിലേക്ക് അല്ലെ ഇങ്ങനെ വെക്കുകയും ആ മണ്ണിൽ നിന്ന് അതിന് പുതുതായിട്ട് വേര് മുളപ്പിക്കുകയാണ് നമ്മൾ ചെയ്തത്. സോ ഏതാണ് മെത്തേഡ്? സർപ്പന്റൈൻ ലെയറിംഗ്. അപ്പൊ എല്ലാവരും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നല്ല മക്കളായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് പറ്റട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.